നമസ്കാരം. കേരളത്തിലെ പുതിയ ഭരണത്തലവനെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിടുന്ന അഭൂതപൂർവമായിട്ടുള്ള പ്രതിസന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപേ നിരീക്ഷകർ റിപ്പോർട്ട് സമർപ്പിക്കുകയും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് സംസ്ഥാന ഘടകം പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും അന്തിമമായിട്ടൊരു പേര് പ്രഖ്യാപിക്കാൻ AICCക്ക് ഇനിയും സാധിച്ചിട്ടില്ല. രാജ്യത്തെ ചുരുക്കം ചില കോൺഗ്രസ് കോട്ടകളിൽ ഒന്നായ കേരളത്തിൽ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള പ്രാദേശിക നേതാക്കളെ പിണക്കാതെയുള്ള ഒരു തീരുമാനം എടുക്കുക എന്നത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു മനോബലമില്ലായ്മ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് തീർച്ചയായിട്ടും അണികളിലും പൊതുജനങ്ങളിലുമൊക്കെ തന്നെ ഒരുപോലെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനം ആര് വഹിക്കണം എന്നതിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഹൈക്കമാൻഡ് അവസാന ശ്രമം എന്ന നിലയിലാണ് കേരളത്തിലെ 5 മുൻ KPCC അധ്യക്ഷന്മാരെ അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുൻനിര നേതാക്കളായിട്ടുള്ള K മുരളീധരൻ, K സുധാകരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവരെ കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് കേരളത്തിലെ ഈ ക്ലൈമാക്സ് ഘട്ടത്തിലെത്തിയിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ്. ഏതായാലും നാളെ നടക്കുന്ന നിർണായക ചർച്ചകളിൽ ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിനെതിരെ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമോ എന്ന് തീർച്ചയായിട്ടും നേതൃത്വം ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് പാർട്ടിയിൽ ഒരു പിളർപ്പോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധമോ ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് ഹൈക്കമാൻഡ് ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ പിന്തുണ ഉറപ്പാക്കി പ്രശ്നരഹിതമായിട്ട് പ്രഖ്യാപനം നടത്താനാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡ് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്ന വാദമാണ് ഇതിന് ആധാരമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന നിമിഷം കേരളത്തിലെ സാധാരണ പ്രവർത്തകർ തെരുവിലിറങ്ങാനുള്ള സാധ്യതയും പാർട്ടി ഇവിടെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണുഗോപാൽ എത്തുന്നതോടെ ഉണ്ടാകാൻ ഇടയുള്ള പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനായിട്ട് ഒരു സമവായ രീതിയിലുള്ള ഫോർമുല കേന്ദ്രം ഇപ്പോൾ തയ്യാറാക്കി. എല്ലാവരെയും സംതൃപ്തരാക്കുന്ന രീതിയിൽ മന്ത്രിസ്ഥാനങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണഘടനയ്ക്കാണ് ഇവിടെ രൂപം നൽകിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ പരസ്യമായിട്ട് ഈ തീരുമാനത്തെ എതിർക്കരുത് എന്ന് ആവശ്യപ്പെടാനാണ് അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും AICC നേതൃത്വം അവതരിപ്പിക്കുന്ന ഈ പുതിയ പട്ടിക കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ എത്രത്തോളം അത് അംഗീകരിക്കുമെന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടിയിരിക്കും. ഹൈക്കമാൻഡ് തയ്യാറാക്കിയ ഈ താൽക്കാലിക ലിസ്റ്റ് പ്രകാരം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ആലപ്പുഴയിലോ ഇരിക്കൂറോ കേന്ദ്രീകരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്യും. ഭരണ സുഗമമാക്കാൻ ശക്തമായിട്ടുള്ള വകുപ്പുകൾ പ്രമുഖർക്ക് നൽകാനാണ് ധാരണ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പിലേക്ക് കൊണ്ടുവരാനും നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ധനകാര്യ വകുപ്പ് നൽകാനും ആലോചനയുണ്ട്. എന്നാൽ ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ സതീശൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ ഈ ഒരു നീക്കം അത് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിക്കുന്നതിനും അവരുടെ സഹകരണം തേടുന്നതിനുമുള്ള ദൗത്യമാണ് മുൻ KPCC അധ്യക്ഷന്മാർക്ക് മേൽ ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇവർക്കിടയിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പദ്ധതികൾ തകിടം മറിയാൻ സാധ്യതയും. മന്ത്രിസഭയുടെ മറ്റു ഘടനകളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് റവന്യൂ വകുപ്പും K മുരളീധരന് ആരോഗ്യം ദേവസ്വം വകുപ്പുകളും നൽകാനാണ് നിലവിലെ നീക്കം. ഇതുകൂടാതെ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ്, T സിദ്ദിഖ് എന്നിവരെയും മന്ത്രിമാരാക്കാൻ പട്ടിക ഇപ്പോൾ തയ്യാറായി. AP അനിൽകുമാറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിയോഗിക്കാനും ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. ഭരണത്തിലെ പ്രധാന വകുപ്പുകൾ വിവിധ ഗ്രൂപ്പുകൾക്കായിട്ട് വീതം വെക്കുന്നതിലൂടെ പരമാവധി ഐക്യം ഉറപ്പിക്കാമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. എന്നാൽ ഈ വീതം വെപ്പുകൾ വെറും കടലാസിൽ ഒതുങ്ങുമോ അതോ പ്രായോഗികമാകുമോ എന്നതിൽ രാഷ്ട്രീയ ലോകത്തിന് ഇപ്പോഴും ഒരു സന്ദേഹമുണ്ട്. ഒരു മാസം മുൻപ് ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചോദിച്ചവർ ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്കായിട്ട് ചേരിതിരിഞ്ഞ് കലഹിക്കുന്നത് കോൺഗ്രസ് അണികളിൽ വലിയ രീതിയിലുള്ള നിരാശയാണ് ഇപ്പോൾ പടർത്തുന്നത്. ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയാത്ത ഹൈക്കമാൻഡ് ഈ തമ്മിലടിക്ക് ആക്കം കൂട്ടുകയാണെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വലിയൊരു വഴിത്തിരിവിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വവും എത്തി നിൽക്കുന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ മാത്രം തീരുമാനിക്കുന്ന രീതിയിൽ നിന്നൊക്കെ തന്നെ മാറിക്കൊണ്ട് ഓരോ വകുപ്പും മന്ത്രിമാരും ആരാകണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ ദേശീയ കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുന്നത്. മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ വാശിയും ഗ്രൂപ്പ് വൈരാഗ്യവും തീരുമാനങ്ങളെ ബാധിച്ചാൽ തീർച്ചയായിട്ടും നിലവിലെ ഈ ഫോർമുലകളൊക്കെ തന്നെ അപ്രസക്തമായി മാറുന്നതായിരിക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ വരാനിരിക്കുന്ന 6 മാസം കേരള രാഷ്ട്രീയത്തിൽ വലിയ പരീക്ഷണങ്ങളുടെയൊക്കെ തന്നെ ഒരു കാലമായിരിക്കും. ഈ ഒരു അനിശ്ചിതത്വം മാറ്റാനും കേരളത്തിലെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനും ഹൈക്കമാൻഡിന് കഴിയുമോ എന്നത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ മനോബലത്തെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ അവസാനിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുമെന്ന് ഉറപ്പാണ്.